അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് സൗദിയിലെ പ്രവാസികൾ വീണ്ടും ഓർപ്പിക്കാട്ടോ. സൗദിയിലെ ജോലി ചെയ്യുന്ന പ്രവാസികൾ ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും ഞാൻ ഒരുപാട് വട്ടം വിട്ട ഓർമ്മേഴ്സാണ്. സൗദി അറേബ്യയിൽ നിന്ന് സാമ്പത്തികമായിട്ട് പല കേസുള്ളവരുണ്ടാവും. ഇപ്പോൾ വൈഫൈൻ്റെ കണക്ഷൻ ഉള്ളവരുണ്ടാവും, ഇൻസ്റ്റാൾമെൻറ്റിന് എന്തെങ്കിലും ഓൺലൈൻ വഴി എടുത്തവരുണ്ടാവും, പിന്നെ പലതരത്തിലുള്ള. അപ്പോൾ നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോയി നിങ്ങൾ വരാതെ മറ്റൊരു പുതിയ ശരിക്ക് വരുമ്പോൾ നിങ്ങളുടെ പേരിൽ എന്തായാലും കേസായിട്ടുണ്ടാവും. ഒരു 4 ദിവസം മുമ്പ് ഒരാൾ 74 റിയാൽ വൈഫൈൻ്റെ കണക്ഷൻ്റെ പൈസ അടക്കാണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോയി പുതിയ ശരിക്ക് വന്നു. ഇവിടെ നിന്ന് പിന്നെ റീഎൻട്രി അടിച്ച് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് തിരിച്ചയച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 74 റിയാലിന് പോലും മടിച്ചിട്ട് അടക്കാൻ മടിച്ച് നാട്ടിലേക്ക് റീഎൻട്രിക്ക് പോകുന്ന ആൾക്കാർ, എന്നിട്ടോ പുതിയ വിസയിലേക്ക് വരിക, എന്നിട്ട് ഇവിടെ വന്നിട്ട് റീഎൻട്രി അടിച്ച് പോവും, എയർപോർട്ടിൽ നിന്ന് തിരിച്ചയക്കുക. അപ്പോൾ ആ ടിക്കറ്റിൻ്റെ കാശ് നഷ്ടപ്പെടാണ്. 1000-ൻ്റെ മുകളിലാണ് ടിക്കറ്റിൻ്റെ കാശ്. 74 രൂപ അടക്കാൻ വാശിയും അടക്കാതെ നിൽക്കുകയും ചെയ്യുക. 1000-ൻ്റെ മുകളിൽ ടിക്കറ്റിൻ്റെ കാശ് നഷ്ടപ്പെടുകയും ചെയ്യുക. നോക്കണം നിങ്ങൾ. 74 രൂപ അടച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ 1000-ൻ്റെ മുകളിലുള്ള ടിക്കറ്റിൻ്റെ കാശ് നഷ്ടപ്പെടുമായിരുന്നില്ല, എയർപോർട്ടിൽ നിന്ന് മടങ്ങേണ്ടിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സാമ്പത്തികമായിട്ട് കൊടുക്കാനുണ്ടോ, റീഎൻട്രി അടിച്ച് പോകുമ്പോൾ ഫുള്ള് ക്ലിയർ ആക്കി പോയിക്കോളി. അല്ലെങ്കിൽ കേസായാൽ നിങ്ങൾ തിരിച്ചു വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് വീണ്ടും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എയർപോർട്ട് തിരിച്ചേക്കും. നിങ്ങൾക്ക് ഭീമാസംഖ്യയോ മറ്റൊക്കെ നഷ്ടം, യാത്ര നഷ്ടം, സമയം നഷ്ടം ഒക്കെ നഷ്ടമായിരിക്കും. മറക്കണ്ട, എല്ലാം ക്ലിയർ ചെയ്ത് പോവുക. നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോകുമ്പോൾ കൊടുക്കാനുണ്ടെങ്കിൽ ഓക്കെ, മറക്കണ്ട. സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.